അറബ് രാജ്യങ്ങൾക്ക് ട്രംപിനോടുള്ള വിശ്വാസ്യത പോയി. അവർ പറയുകയാണ്, ഇനി മധ്യസ്ഥതയെന്ന് വായിച്ച് ഞങ്ങളുടെ അപ്പനും അപ്പാപ്പന്മാരും ആവാൻ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. സത്യത്തിൽ ഖത്തർ പറഞ്ഞത് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഞങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു, ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ട്രംപിന്റെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ 19 ഇടങ്ങളിൽ അമേരിക്ക സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സൈനിക താവളങ്ങൾ അവിടെ സ്ഥാപിക്കുമ്പോൾ അത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സുരക്ഷാ താവളമുള്ള സ്ഥലമാണ് നമ്മുടെ ഖത്തറിലെ ദോഹ. ആ ദോഹയിൽ അവരുടെ ഏറ്റവും വലിയ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. അൽ ഉബൈദ് എയർബേസ്, അതാണ് ആ സ്ഥലം. അവിടെ ഇത്തരത്തിൽ ഏതാണ്ട് 10,000-ഓളം അമേരിക്കൻ സൈനികർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇറാനുമായിട്ട് സംഘർഷം ഉണ്ടായപ്പോൾ ഇറാൻ വന്ന് മിസൈൽ ആക്രമണം നടത്തിയ സ്ഥലം കൂടിയാണ്. അങ്ങനെയാണ് ഈ സമീപകാലത്ത് ചർച്ചാ വിഷയമായത്. അപ്പോൾ അത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലെ 19 സ്ഥലങ്ങളിൽ പറയുകയാണെങ്കിൽ ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈത്ത്, ഖത്തർ, സൗദി, UAE ഇത്രയും രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ സംഘർഷങ്ങളുണ്ടോ അവിടെ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക അവിടെ കടന്നു കയറാറുണ്ട്. ഇപ്പോൾ സിറിയയിൽ വലിയ സംഘർഷം നടക്കുന്ന സ്ഥലമാണ്, അവിടെയും അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കടന്നു കയറി അവിടെയൊക്കെ സൈനിക താവളങ്ങൾ ഉറപ്പിക്കുമ്പോൾ അമേരിക്ക കൊടുക്കുന്നൊരു വാഗ്ദാനമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉറപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള ഉറപ്പ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടു. അതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു പൊതുവെയുള്ളൊരു ചിന്ത. അതിൻ്റെ കാരണക്കാരനായത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേൽ പോയി ഖത്തറിലെ ദോഹയിൽ ഹമാസുകാരെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഹമാസുകാരെ തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വ്യോമാക്രമണം നടത്തി. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, രണ്ടുപേരും തമ്മിൽ മച്ചാനുമാണ്. ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് സൈനിക ബന്ധമുണ്ട്. നാറ്റോയ്ക്ക് പുറത്തുള്ള സൈനിക സഖ്യമുള്ള പ്രമുഖ രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഇരിക്കെ അമേരിക്ക കൂടി അറിയാതെ ഇസ്രായേൽ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് ഖത്തർ ചോദിക്കുന്നത്. സമാന അഭിപ്രായം മറ്റു പല രാജ്യങ്ങൾക്കും, മറ്റു പല ഈ മുസ്ലിം രാജ്യങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ അവർ സ്വന്തം നിലയിൽ ഇനി സൈനിക പ്രതിരോധം ഉണ്ടാക്കാം, അമേരിക്കയെ നമ്പണ്ട, സ്വന്തം നിലയിൽ സൈനിക പ്രതിരോധം ഉണ്ടാക്കാം. ഇനി സ്വന്തം നിലയിൽ പറ്റുന്നില്ലെങ്കിൽ സഖ്യ രൂപീകരണമാകാം, 1-2 രാജ്യങ്ങൾ രൂപീകരിച്ച് ഇപ്പം നാറ്റോ സഖ്യം ഉണ്ടാക്കിയതുപോലെ സഖ്യ രൂപീകരണമാകാം എന്നുള്ളൊരു നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഈ ഖത്തർ വിളിച്ചു കൂട്ടുന്ന ഇസ്ലാം രാഷ്ട്രങ്ങളുടെ, മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഈ വിഷയം സജീവ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഇസ്രായേൽ അതേപോലെ ഹമാസ് സംഘർഷം പരിഹരിക്കാൻ വേണ്ടി അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഖത്തറിൽ ചർച്ച നടന്നത്. ഇതിനു വേണ്ടി മാത്രം സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അമേരിക്കൻ ദൂതനെ അവിടെ തമ്പടിച്ച് കിടക്കുകയായിരുന്നു. ഈ ഹമാസ് തീവ്രവാദികൾ അവിടെ ഈ ദോഹയിൽ അല്ലെങ്കിൽ ഖത്തറിൽ കുറേ കാലമായിട്ട് സ്ഥിരതാമസമാണ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ഇവരെ പുറത്താക്കാനും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഇരുത്താനും ഒക്കെ ഖത്തർ സന്നദ്ധമായിരുന്നു. പക്ഷേ ആ വിശ്വാസം ഇപ്പോൾ തകർക്കപ്പെട്ടു. ഞങ്ങളോട് പറയാതെ, ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിച്ചു എന്നുള്ളതാണ് ഖത്തറിൻ്റെ നിലപാട്. മുമ്പ് ഇറാൻ ഖത്തറിൽ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയപ്പോഴും ഇത് സമാനമായ ഞങ്ങളുടെ പരമാധികാരത്തെ ഇറാൻ ചോദ്യം ചെയ്തു എന്നൊക്കെ പ്രസ്താവന നടത്തിയതിനപ്പുറം വലിയ കോലാഹലത്തിലോട്ടൊന്നും ഖത്തർ പോയിരുന്നില്ല, കാര്യം ആക്രമിച്ചത് ഇറാൻ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ പ്രതി ഇസ്രായേലാണ്. അവിടെ അമേരിക്ക ഇസ്രായേലിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഏതാണ്ട് ഈ നമ്മുടെ 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഈ ശീതയുദ്ധം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 1960-70 കാലഘട്ടങ്ങളിലാണ്. അവിടെ ഈ രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ, അമേരിക്കയൊക്കെ വലിയ തോതിൽ ആയുധ സന്നാഹമൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് അമേരിക്ക ഈ സോവിയറ്റ് യൂണിയൻ വിരുദ്ധ ചേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിലും പോയി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ. അവിടെ അമേരിക്കയ്ക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെയൊക്കെ അവരുടെ വരുതിയിൽ നിർത്തിയത്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൈനിക താവളങ്ങൾ അമേരിക്ക ഒരുക്കിയതിൻ്റെ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനം, അവിടുന്നാണല്ലോ ഈ എണ്ണ ഉൽപ്പാദനവും അതിൻ്റെ വിപണനമൊക്കെ നടക്കുന്നത്. അതിൻ്റെ സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പുതരാം എന്നുള്ള വാഗ്ദാനത്തിലാണ് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അമേരിക്കൻ താവളം ഒരുക്കാനായിട്ട് അവർ അനുമതി കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ അവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധം അമേരിക്ക പുലർത്തിയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ്.
ഇനി നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഈ സൗദി അറേബ്യ, അതേപോലെ UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള സൈനിക ശക്തികളായിട്ടുള്ളത്. അതിൽ ഈ സൗദി അറേബ്യയാണ് ഏറ്റവും സമ്പന്നമായ സൈനിക ശേഷിയുള്ളത്. കാരണം അവരുടെ പൈസയ്ക്ക് ഒരു കുറവുമില്ലാത്ത രാജ്യവുമാണ്. കാരണം അവർക്ക് എണ്ണപ്പാടങ്ങൾ നിരവധിയായുണ്ട്. എണ്ണ കുഴിച്ചെടുക്കുക, വിൽക്കുക, കാശുണ്ടാക്കുക. എന്നിട്ട് ഈ കാശ് ഉപയോഗിച്ച് സൈനിക ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുക. പക്ഷേ അതൊക്കെ ഉപയോഗിക്കാൻ വൈദഗ്ധ്യമുള്ള സൈനികരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ കാരണമുണ്ട്. കാര്യം അമേരിക്കയാണല്ലോ അവരുടെ സുരക്ഷാ ചുമതല നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്വന്തം നിലയിൽ സൈന്യത്തെ വളർത്തിയെടുക്കാനൊന്നും അവർ കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഏതാണ്ട് 2,27,000 സൈനികർ മാത്രമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. പക്ഷേ അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ ബജറ്റ് കേട്ടാൽ ഞെട്ടും. $78.4 ബില്യൺ ആയിരുന്നു അവരുടെ പ്രതിരോധ ബജറ്റ്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്, അത്യന്താധുനിക യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷേ സ്വന്തം നിലയിൽ യുദ്ധത്തിന് പോകാൻ അവരെ കൊണ്ടാവില്ല. അടുത്തത് UAE ആണ്. UAE ആകെ കൂടെ 63,000 സൈനികരാണുള്ളത്. പക്ഷേ അവർ $23.7 ബില്യൺ പ്രതിരോധ ബജറ്റാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ഇത്രയും കുറച്ച് സൈനികർ ഉള്ളവർക്ക് ഇത്രയും വലിയ പണം എന്താണെന്ന് ചോദിച്ചാൽ അവരും ഇതേപോലെ കുറേ പുതിയ അത്യന്താധുനിക വിമാനങ്ങളടക്കം വാങ്ങി വെക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സൈനികമായി ഇടപെടണമെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. കൂട്ടത്തിൽ ഭേദം തുർക്കിയാണ്. കാര്യം അവർക്ക് 3,35,000 സൈനികരും 3,78,700 കരുതൽ സേനയുമുണ്ട്. അതായത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ഇവരെ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ അത്രയും വലിയൊരു സൈനിക ശേഷിയാണ് തുർക്കിക്കുള്ളത്. അവർ ആയുധപരമായിട്ടും മുൻപന്തിയിൽ തന്നെയാണ്. നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കിടയിൽ പ്രബലമായ സൈനിക ശക്തി കൂടിയാണ് തുർക്കി. അപ്പോൾ തുർക്കി നിലവിൽ അമേരിക്കയുമായിട്ട് പിണങ്ങി നിൽക്കുന്നത് മാത്രമാണ് നിലവിൽ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയുള്ളത്. കാര്യം ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ കൂടി സഖ്യമുണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ ആക്രമണം നടത്തിയാൽ അവർക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം ആയുധങ്ങളുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റിയ വൈദഗ്ധ്യമുള്ള പരിശീലനം സിദ്ധിച്ച സൈനികർ അവരുടെ കൂടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർ ഈ സമാധാന ദൂതൻ അല്ലെങ്കിൽ ഇസ്രയേൽ അതേപോലെ ഹമാസ് സംഘർഷം, പലസ്തീൻ സംഘർഷം പരിഹരിക്കാനായിട്ട് സമാധാന ദൂതൻ്റെ ചുമതലയായിരുന്നു ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനുണ്ടായിരുന്നത്. പക്ഷേ അത് ഇനി ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് ഇനി സമാധാന പദ്ധതികളുമായിട്ട് എത്രത്തോളം ഖത്തറിന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അവർ പറയുന്നുണ്ട് സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ ഇപ്പോഴും സന്നദ്ധമാണ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ സന്നദ്ധത വഹിച്ച് സമാധാന ചർച്ചകൾക്ക് വേദി ഒരുക്കിയതിൻ്റെ പ്രതിഫലം കിട്ടിയത് വളരെ മോശമായി പോയി എന്നൊരു നിലപാടുണ്ട്. അപ്പോൾ സമാധാന ചർച്ചകൾ ഇതോട് വഴിമുട്ടുകയാണെങ്കിൽ അതിൻ്റെയും നാണക്കേട് അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം നിസ്സംശയമാണ്. കാര്യം അമേരിക്കയാണ് അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രയേലിൻ്റെ പുറകെ ഇങ്ങനെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സമാധാന ചർച്ചകൾ കൂടി വഴിമുട്ടിയാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടമായി. അമേരിക്ക മുൻകൈയെടുത്തൊരു സമാധാന പദ്ധതി കൂടി താളം തെറ്റിയാൽ അത് ട്രംപിന് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്.